ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ചിന്ത സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പിടി കിട്ടും എന്ന് നാം വായിക്കുന്നു. ഉരുപ്പിടി എന്നതിന് പാത്രം എന്നാണ് അർത്ഥം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു എന്നാകുന്നു. ഇപ്പോൾ വെള്ളി ഊതിക്കഴിക്കുന്നതാണ്. ഇത് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് വെള്ളി എന്ന് പറയുന്നത്. വെള്ളി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ ഇതിനെ ഊതിക്കഴിക്കും അഥവാ ശുദ്ധീകരിക്കും എന്നാകുന്നു. നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവീപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് ദൈവകൃപയിൽ കാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. നൂറ്റാണ്ടുകളായി കോടാകോടി കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് നടത്തുന്ന ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 1 പാപം മോചിക്കുന്നു, 2 വീണ്ടെടുക്കുന്നു, 3 നീതീകരിക്കുന്നു, 4 മുദ്രയിടുന്നു, നടത്തുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അതെ, ഉത്തരം ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ രക്ഷണീയ പ്രവൃത്തിയുടെ ഫലം പുറത്തു വരാനാണ്. എന്താണ് ഫലം? അത് ഒരു കാന്തയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുഞ്ഞാടിൻ്റെ കാന്തയെ എന്ന മണവാട്ടിയെ കാണിച്ചു തരാമെന്നാണ് നാം അവിടെ വായിക്കുന്നത്. ആ തിരുവചനം ഒന്ന് വായിക്കട്ടെ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. കർത്താവിൻ്റെ കാന്തയാം സഭയെ ഒരുക്കി വിവാഹ നിശ്ചയം ചെയ്ത് നിർത്തിയിരിക്കുകയാണല്ലോ. താമസമിന്ന കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരും. വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിയെ അതേ വേളി കഴിച്ച് കാന്തയാക്കി അങ്ങ് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോടൊപ്പം വസിക്കാനുള്ള നല്ല സമയം അടുത്തു വരുന്നു. അതുകൊണ്ട് സ്തോത്രം ചെയ്ത് വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സഭയെക്കുറിച്ച് പൗലോസിൻ്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് പോരാം. 2 തീമോത്തിയോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു. നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ തന്നെ ഉരുപ്പിടി എന്നതിന് പാത്രം എന്നാണ് അർത്ഥമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭവനം ദൈവസഭയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഭവനം ദൈവസഭയാണ് എന്ന് വെച്ചാൽ, ഒരുവൻ നികൃഷ്ടാവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ വെളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞ തട്ടാന് ദൈവത്തിന് ഒരു ഉരുപ്പിടി കിട്ടും എന്നതുപോലെ ആ വ്യക്തിയെ ഒരു നല്ല പാത്രമായി
തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഏതൊരു വ്യക്തി, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ മാന്യകാര്യത്തിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളായി നമ്മെ ദൈവം കണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ 21 വാക്യം വായിക്കുന്നു, ഇവയെ വിട്ടകന്നു തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കുമെന്നാണ്. അപ്പോൾ നല്ല മാനം ലഭിക്കുന്ന വേലയാണ് നാം ചെയ്യുന്നതായ കർത്താവിൻ്റെ സന്നദ്ധിയിലുള്ളതായ സുവിശേഷ വേലയെന്ന് പറയുന്നത്. അങ്ങനെ നാം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യവും 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പുതിയ ചിന്ത നമുക്ക് തരുന്നുണ്ട്. അവിടെ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് നാം അവിടെ വായിക്കുന്നു. അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ചിന്തകൾ ഏറ്റവും നല്ല ചിന്തകളായിട്ടാണ് കാണുന്നത്. ഈ വാഗ്ദത്തങ്ങൾ, പ്രിയമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഈ 2025 ആണ്ട് അവസാനിക്കാൻ ഇനി ചില ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പലരും, എന്തിയ കർത്താവേ എന്നോട് പറഞ്ഞ വാഗ്ദത്ത ദൂതുകൾ നിവർത്തിച്ചില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തികളെ അങ്ങ് ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതെ, ഇന്നലകളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ചിലപ്പോൾ ഒന്ന് താഴ്ത്തിയെന്ന് വരാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയേണ്ടതിന് ദൈവം നിന്നെ അല്പം നേരത്തേക്കൊന്ന് താഴ്ത്തും. അപ്പോൾ താഴ്ത്തുന്നതിനിപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ദൈവം നമ്മളെ താഴ്ത്തും. എന്താണെന്ന് വെച്ചാൽ പിറുവിറുപ്പും ആവലാദികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരേണ്ടതിനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ മാനപാത്രമാക്കി ഒരുക്കിയെടുക്കേണ്ടതിനായിട്ട്, അതെ, വെള്ളിയിൽ നിന്നും കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടും. അതെ, നമ്മളൊരു കർത്താവിനൊരു ഉരുപ്പിടിയായി, അനുഗ്രഹപൂർണരായി, മാനപാത്രമായി കൃപയിൽ നിൽക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഈ തിരുവചനം നമുക്ക് അനുഗ്രഹിച്ചു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.